ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത് മേളിൽ ഞങ്ങളെ വീട്ടിലെ ചട്ടിയിലെ ചെടികളാണ് കേട്ടോ. വാഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് രക്ഷാബന്ധനല്ലേ. അപ്പോൾ നമ്മളെ നാട്ടിലേക്കാളും കൂടുതൽ എനിക്കൊന്നും എൻ്റെ ഒന്നും ഓർമ്മയിൽ ഞാനൊന്നും നാട്ടിൽ താമസിക്കുന്ന സമയം രക്ഷാബന്ധൻ എന്ന് പറഞ്ഞിട്ട് ഈ BJPയിലുള്ള ആൾക്കാരല്ലേ, പാർട്ടിയിലുള്ള ആൾക്കാരെല്ലാം എന്തോ ഒരു പിന്നെ ചരടൊക്കെ കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടെന്ന് പറയും. അല്ലാണ്ട് വേറെ ഒന്നും അങ്ങനെ അറിയില്ല അതിനെ പറ്റിയിട്ട്. പിന്നെ നാട് വിട്ട് പുറത്തോട്ട് വന്നവരാന്ന് രക്ഷാബന്ധൻ എന്ന് പറയുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം നല്ലോണം അറിയാൻ കഴിഞ്ഞത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് എന്നാന്ന് പറയുന്ന കേട്ടില്ല. അത് ഭയങ്കര നല്ല കാര്യമാണ് കേട്ടോ. നമ്മളുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെറുപ്പത്തിലൊക്കെ നല്ല സ്നേഹത്തിലെല്ലാം കളിച്ച് വളർന്ന് കല്യാണം കഴിഞ്ഞെല്ലാം പോയി പിന്നെ ഒരു സ്വത്തൊക്കെ പാർട്ടീഷനൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആങ്ങളെയും പെങ്ങളും തമ്മിലൊരു സ്വാരസ്യങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ അവർ കണ്ടാൽ മിണ്ടൂല, ചിരിക്കൂല, അങ്ങനെ എല്ലാ അവസരങ്ങളും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ചുറ്റുവട്ടം എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ ആങ്ങളേനെ കാണാൻ വേണ്ടിയിട്ട് പെങ്ങന്മാർ എപ്പോഴും ഒരിക്കലും വന്നില്ല പോലും ആ രക്ഷാബന്ധൻ്റെ അന്ന് വരും. എന്നിട്ട് രാഖി എന്ന് പറയുന്ന ഒരു ചരട് ഇപ്പം പല മോഡലിൽ വരുന്നുണ്ട്. ചരടിൽ കല്ല് വെച്ചത് എന്നാ പറയേണ്ടത്, ലക്ഷങ്ങൾ വിലയുള്ള രാഖി വരെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് വന്നിട്ട് ആദ്യം ആരതിയൊക്കെ ഒഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടില്ലേ. ഒരു വിളക്ക് കത്തിക്കും, എന്നിട്ട് അരി വെക്കും, സിന്ദൂരം വെക്കും, മഞ്ഞൾ വെക്കും, മഞ്ഞൾപ്പൊടി, എന്നിട്ടത് നെറ്റിയിൽ വെച്ച് കൊടുക്കും. ആങ്ങളേൻ്റെ നെറ്റിയിൽ പെങ്ങൾ വെച്ച് കൊടുക്കും. അങ്ങനെ പെങ്ങൾ ആങ്ങളേനെ പൂജയൊക്കെ ചെയ്തിട്ടാണ് കയ്യിൽ കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെ എന്താ പറയുക, ഭയങ്കര സന്തോഷമുള്ള ദിവസമായിട്ടാണ് ഇവിടെ ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മളെ കൊച്ചുങ്ങളെല്ലാം ഇവിടെ തന്നെ ജനിച്ചു വളർന്ന കാരണം അവർക്ക് നമ്മളെ നാട്ടിലെ ആഘോഷത്തിനേക്കാളും അവർ ഇതിനൊക്കെ നല്ലോണം പ്രാധാന്യം കൊടുക്കും. അപ്പം ഇപ്രാവശ്യം തന്നെ മോള് അവിടെ തന്നെ ഡൽഹി പഠിക്കുമല്ലേ, അപ്പോൾ അവിടെ തന്നെയാണ്. അതുകൊണ്ട് വീഡിയോ കോളിൽ ഞാനാണ് പൂജയൊക്കെ ചെയ്യുന്നത് അങ്ങനെ കാണിച്ചു കൊടുത്ത്. അവൾ വന്നപ്പോൾ വാങ്ങി വെച്ചിരുന്നു രാഖി. അപ്പോൾ അതന്ന് ഇന്ന് കെട്ടി. അവൾ ഓർഡർ ചെയ്ത് അവന് വേണ്ടിയിട്ട്. പിന്നെ അവന് ചെറുതല്ലേ, അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റും മറ്റേ ഗുലാബ് ജാമുനും ഐസ്ക്രീമും അതൊക്കെ അവൾ ഓർഡർ ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ പോകുമ്പം തന്നെ അവനിപ്പം ജോലിയും പിന്നെ വരുമാനമൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ നീ പഠിച്ച് ജോലിയെല്ലാം കിട്ടി, എനിക്ക് ശമ്പളമെല്ലാം കിട്ടിയിട്ടാകുമ്പോൾ നീ രക്ഷാബന്ധനം വരുമ്പം പിന്നെ ചേച്ചിക്ക് വാങ്ങിച്ചു കൊടുത്തോ, പിന്നെ നിനക്കെന്നാ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റ് പിന്നെ ഇപ്പോൾ ഞങ്ങൾ തന്നെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് പിന്നെ പെൺകുട്ടിയൊക്കെ എപ്പോഴും ഡ്രസ്സും കാര്യങ്ങളൊക്കെ അല്ലേ, എന്ത് സാധനം വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. പക്ഷേങ്കിൽ അവൾ 1-2 കുർത്തയും കാര്യങ്ങളൊക്കെ അവൾക്ക് മേടിച്ചു കൊടുത്തു ഇന്നത്തെ ദിവസം പുതിയ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ട വള അങ്ങനെയുള്ള കാര്യങ്ങൾ പെൺകുട്ടിക്ക് വേണ്ടുന്ന ഒരുങ്ങാനുള്ള സംഭവങ്ങളൊക്കെയാണ് അവൾക്ക് വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ എന്തോ ഒരു ഭയങ്കര സന്തോഷം തോന്നും നമുക്കത് വാങ്ങിച്ചു കൊടുക്കുമ്പം തന്നെയും സന്തോഷം തോന്നുന്നു. അല്ലാണ്ട് പിന്നെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങൾ ഞാൻ പിന്നെ എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുമല്ലോ. അങ്ങനെ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. പക്ഷെ രണ്ടാൾക്കും വീഡിയോ ഇടുന്നതിനോട് അത്ര ഇഷ്ടമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഇടൂലു. പക്ഷേ ഇന്നത്തെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞതാണ്. നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ ഇല്ലല്ലോ. പിന്നെ ആ ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ അച്ഛനും അമ്മയും ഇല്ല കാലത്ത് ഒരുമയോടെ നിന്നാലും ഇല്ലാത്ത കാലത്തും ചിലപ്പോൾ വിളിയോ കാര്യങ്ങളോ പോവുകയോ വരുമോ ഒന്നും അങ്ങനെയൊന്നും ഉണ്ടാവണമെന്നൊന്നുമില്ല അല്ലേ. പക്ഷേ ഇങ്ങനെയില്ല ഇവർക്ക് ഇത് ഒരു എന്താ പറയുക, ഒരു ശരിക്കൊരു നിർബന്ധമില്ല ഒരു ആചാരം പോലെയാണ്. രക്ഷാബന്ധനായിട്ട് ആങ്ങളെ പെങ്ങളെടുത്തോ നേരെ തിരിച്ച് പെങ്ങൾ ആങ്ങളേനെ കാണാനോ പോയില്ല എന്ന് പറയുന്നത് ആ ഒരു എല്ലാവരും ചോദിക്കുകയും ചെയ്യും. അതൊരു എന്തോ നല്ലതായിട്ട് തോന്നാത്ത പോലത്തെ ഒരു കാര്യമായിട്ടാണ് ഇവരെല്ലാം കാണുന്നത്. അതുപോലെ തന്നെ വേറെ ഒന്നും കൂടി ഉണ്ട് കേട്ടോ, ഭായി ദൂജ് എന്നിട്ട് ദീപാവലീൻ്റെ സമയത്ത് അന്നേരം ഇങ്ങനെ തന്നെയാണ്. അത് നമ്മളിനിയിപ്പം പറയുമോ ആങ്ങളെ പെങ്ങൾക്ക് മാത്രമേ കൊടുക്കണ്ടൂ, അങ്ങനെയൊന്നുമില്ല. തിരിച്ച് ഇപ്പം നല്ല സാമ്പത്തികമുള്ള പെങ്ങളാണ്, ആങ്ങളൊക്കെ സാമ്പത്തികമായിട്ട് പുറകോട്ടാണെങ്കിൽ പെങ്ങളായിരിക്കും ആങ്ങൾക്ക് നല്ല ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും രാഖി കെട്ടുകയും ചെയ്യുക, അങ്ങനെയൊക്കെയുണ്ട്. പക്ഷേങ്കിൽ
അങ്ങനെ നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറയുന്നില്ലല്ലോ. പെങ്ങൾ ആങ്ങൾക്ക് കൊടുക്കുമ്പോൾ ആങ്ങള ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ. അതെങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യാം. അത് അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞതാണ്. ഞങ്ങൾ കേരളത്തിന് പുറത്തായതുകൊണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ആഘോഷം. സ്വീറ്റ്സിൻ്റെ കടയൊക്കെ ഇന്ന് ഭയങ്കര തിരക്കായിരിക്കും. പെങ്ങളടുത്തേക്ക് പോകുന്ന ആങ്ങളമാരും ആങ്ങളയുടെ അടുത്തേക്ക് പോകുന്ന പെങ്ങന്മാരൊക്കെ സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചിട്ടാണ് പോവുക. അതുപോലെ തന്നെ ഒരാഴ്ചയായിട്ട് തുണിക്കടകളിലും സ്വർണ്ണക്കടകളിലെല്ലാം നല്ല തിരക്കായിരിക്കും. നല്ല സാമ്പത്തികമായ ഇല്ല ആങ്ങളമാരാണെങ്കിൽ ഗോൾഡും സിൽവറും ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. നേരെ തിരിച്ചു കേട്ടോ. ഒരു ഭാഗത്തേക്ക് മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ അങ്ങനെയൊക്കെയാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതൊന്നും അറിയാത്തവർക്ക് വേണ്ടി കേൾക്കുമ്പോൾ നമുക്കൊരു രസമല്ലേ. അപ്പോൾ അതിന് വേണ്ടി ഇട്ട വീഡിയോ ആണ്. ഓക്കെ, താങ്ക് യു.